ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണെന്ന്. അതിനായിട്ട് ഞാൻ ദേ ഒരു ഏകദേശം 20 ബദാം കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിന് പകരം കുറച്ച് കാഷ്യൂനട്ടോ പിസ്തയോ ഏതായാലും കുഴപ്പമില്ല. ഇതൊരു മിക്സി ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ നല്ലപോലെ അരച്ച് വെക്കാം. ഇനി ഒരു പാനിൽ 2 കപ്പ് പാലും 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതായിട്ടൊന്ന് ചൂടായി വരണം. തിളയ്ക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു സ്റ്റേജിൽ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ 5 ടേബിൾ സ്പൂൺ ആണ് ചേർത്തോട്ടോ. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് പഞ്ചസാര കൂടുതൽ ചേർക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. പഞ്ചസാര നന്നായിട്ട് പാലിൽ അലിയണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ചു വെച്ച ബദാം ഉണ്ടല്ലോ, അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ബദാമോ പിസ്തയോ കാഷ്യൂനട്ടോ ഏതായാലും കുഴപ്പമില്ല. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഏലക്കാപ്പൊടി, ഞാനൊരു 4-5 ഏലക്ക കുറച്ച് പഞ്ചസാര ചേർത്തൊന്ന് പൊടിച്ചെടുത്തതാണ്, അതിട്ടു. പിന്നെ ഒരു കളറിനായിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക, ഏകദേശം 1/4 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി ചേർത്തെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഒരു ചുവയൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഈ പാല് നല്ലപോലെ തിളയ്ക്കണം, നമ്മൾ ചേർത്ത സാധനങ്ങളുടെയൊക്കെ ഒരു ഫ്ലേവർ വരാനായിട്ട്. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് ചൂട് മാറി ഫ്രിഡ്ജിൽ വെക്കുക, നല്ലതായിട്ട് തണുത്ത് വരണം. അതിനുശേഷം ഒരു മിക്സി ജാറിലോട്ട് 1-2 ബ്രെഡ് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. നല്ല ഫ്രഷ് ബ്രെഡ് ഉപയോഗിക്കാനായിട്ട് നോക്കണേ. ഞാനിപ്പോൾ ഒരു വലിയ ബ്രെഡാണ് എടുത്തത്. അതിനകത്തേക്ക് നമ്മൾ തണുപ്പിച്ച് വെച്ച പാലൊന്ന് കുറച്ച് ഒഴിച്ചിട്ട് ഒട്ടും തരിയില്ലാതെ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് ബാക്കിയിരിക്കുന്ന പാലും കൂടി ഒഴിച്ച് ഒന്നും കൂടി നല്ലപോലെ അടിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഡ്രിങ്കാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.